ആര്യടൻ ഷൗക്കത്ത് ലീഡ് ഉയർത്തി വൻ വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് UDF ക്യാമ്പ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ വിജയം ഷൗക്കത്തിന് നേടാനായെന്നാണ് UDF അണികൾ പ്രതികരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുകയാണ്. ഹരികുമാർ, ഏകദേശം 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത്. ഈ എന്തൊക്കെ ഘടകങ്ങളാണ് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ നിന്നും വിജയിക്കുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ? തീർച്ചയായും UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെന്ന് UDF പ്രവർത്തകരും ഉറപ്പിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമടക്കം ജനവിധിയെ ബാധിച്ചു എന്ന് UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാജയമാണെന്ന് അല്പസമയം മുമ്പ് AP അനിൽകുമാർ UDFന്റെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുഖ്യമന്ത്രി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിട്ടും LDFന് അവരുടെ മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച വോട്ടിംഗ് നില അല്ലെങ്കിൽ വോട്ട് നേടാനായിട്ടില്ല. ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അവരുടെ ഭരണത്തിനുമെതിരായുള്ള ഒരു വിധിയെഴുത്ത് തന്നെയാണെന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. മലപ്പുറം പരാമർശം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ജനങ്ങളുടെ തിരിച്ചടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞത്, ഇനി എന്നും ഞാൻ നിലമ്പൂരിനോടൊപ്പം ഉണ്ടാവും. കഴിഞ്ഞ 2 തവണ LDFനൊപ്പം നിന്ന മണ്ഡലം വീണ്ടും ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി നിലമ്പൂർ മണ്ഡലം UDFനൊപ്പം എന്നും നിലനിൽക്കുമെന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസമാണ് വിജയിച്ച സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് പിന്നിൽ കാണാം, ഈ നിലമ്പൂർ വഴിക്കടവ് റോഡാണിത്. ഇതിലെ ജനതപ്പടിയാണ്. ഈ ജനതപ്പടിയിലെ ഗതാഗതം പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. 2 മണിക്കൂറിലധികമായി ഇവിടെ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിലാണ്. കാണാൻ ഇരുവശത്തും കെട്ടിടങ്ങൾക്ക് മുകളിൽ പോലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. രണ്ട് ടേമിന് ശേഷം UDF ഈ മണ്ഡലം, നിലമ്പൂർ മണ്ഡലം, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലം ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു ആഹ്ലാദം തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. എന്തായാലും അല്പസമയം മുമ്പ് UDF നേതാക്കളും ആര്യടൻ ഷൗക്കത്തും വാർത്താ സമ്മേളനത്തിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജനതയ്ക്ക് UDF നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വലിയ റാലി വൈകിട്ട് നടക്കുമെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പ്രവർത്തകരെല്ലാം തന്നെ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. എല്ലാ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിലമ്പൂർ പോരാട്ടത്തിന്റെ അവസാന ഘട്ടം UDFന്റെ ഉജ്ജ്വല വിജയത്തോടെ സമാപിക്കുകയാണ്. ഷൈമ, ഹരി, അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ നിലമ്പൂരിലെ UDFന്റെ വിജയം എത്രത്തോളം UDF മുന്നണിക്ക് കരുത്തു പകരും? തീർച്ചയായും ഇത് UDFന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കാരണം അടുത്ത 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണിത് ഇതെന്ന് മൂന്ന് മുന്നണികളും പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു സെമി ഫൈനലിലുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 30 ദിവസമായി നമ്മൾ കണ്ടത്. സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയായിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ ആളുകളെത്തി. മുഖ്യമന്ത്രി പോലും 7 പഞ്ചായത്തുകളിലെ കൺവെൻഷനുകളിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവടക്കമുള്ള UDF നേതാക്കളും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. NDAയുടെ നേതാക്കളും ഇവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു. ഇവർക്ക് പുറമെ PV അൻവർ, തൃണമൂൽ കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി PV അൻവറും വലിയ രീതിയിലുള്ള പ്രചരണമാണ് കാഴ്ചവെച്ചത്. എന്നാൽ അനുകൂല സാഹചര്യം UDFനാണ് എന്ന് ജനം വിധിയെഴുതിയിരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള ഒരു സൂചനയാണ് ഇത് നൽകുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ അടിവരയിടുന്നുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രതീക്ഷ. നിലമ്പൂരിൽ UDF ക്യാമ്പുകൾ ആഹ്ലാദ പ്രകടനത്തിലാണ്. വരും തിരഞ്ഞെടുപ്പുകളിലും തികച്ചും ഇതുപോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF നേതാക്കളും അണികളും എല്ലാവരും. വിവരങ്ങൾ നൽകിയത് ഹരികുമാർ ആയിരുന്നു.